ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനൊരു പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു നെല്ലിക്ക അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ നെല്ലിക്കയെല്ലാം ആവി പുഴുങ്ങിയെടുത്ത് ഇതിൻ്റെ കുരുവെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മൾ പുഴുങ്ങിയത് കൊണ്ടാണ് ഈ കളർ ഇരിക്കുന്നത്. അപ്പം പച്ചയുടെ ഫോട്ടോ എടുക്കാൻ ഒത്തിട്ടില്ല. അപ്പോൾ നമ്മളിത് എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമേ നമ്മൾ മുളകൊന്നിടുക. മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഇടാവുന്നതാണ്. ഉലുവാപ്പൊടി ഇടുക. ഇനി നമ്മൾ കായപ്പൊടിയാണ് ഇടുന്നത്. കായം പൊടിച്ചും ചേർക്കാം, പൊടിയും ഇടാം. നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് അനത്തിയെടുക്കാം. ഒരുപാട് വലിയ തീയിലാക്കരുത്, നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി. നിറം പോവരുത്, ഒന്ന് പച്ച മാറിയാൽ മതി. പച്ചയൊക്കെ മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഞാനിവിടെ നീരാണ് ഒഴിക്കുന്നത്, ഉപ്പ് നീര്. പരലുപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് കലക്കി തെളിയിച്ചെടുത്തിട്ടാണ് നമ്മളെടുക്കുന്നത്. ഇത് ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പുളിയാണ് ഒരു ശകലം പിഴിഞ്ഞൊഴിക്കുന്നത്. ഇത് പിഴുപുളിയാണ്, ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇച്ചിരി കുറച്ച് വെള്ളത്തിലൊന്ന് പിഴിഞ്ഞൊഴിക്കാം. ഒരുപാട് ഗ്രേവിയോട് കൂടി എടുക്കുന്നില്ല, നമ്മളൊന്ന് പിരണ്ടിരുന്നാൽ മതി. നമുക്ക് ഇനി ഈ പുളിയൊന്ന് നല്ലപോലെ ഒന്ന് മുളകും എല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കണം. ഇവിടെ ഗ്രേവിയൊക്കെ തിളച്ച് നമ്മൾ ഈ സമയത്ത് കുറച്ച് കടുക്, പച്ചക്കടുക് ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അച്ചാറിനൊക്കെ ഒരു നല്ല കൊഴുപ്പ് കിട്ടുകയും ചെയ്യും, നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഗ്രേവി കുറുകിയിട്ടുണ്ട്. നമുക്ക് വെന്ത് വെച്ചേക്കുന്ന നെല്ലിക്ക ഇട്ട് കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. വെന്ത നെല്ലിക്ക ആയതുകൊണ്ട് ഇനി ഒരുപാട് വേവാൻ നിൽക്കണ്ട. അപ്പം നമ്മുടെ അച്ചാർ റെഡിയായി. ഇത്ര പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു അച്ചാർ വേറെ ഇല്ല. കണ്ടോ, നല്ല ഭംഗി. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിനെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇച്ചിരി കടുക് തലിച്ചിടാം. എന്താ ഒരു ഭംഗി! 2 മിനിറ്റിനകം നമുക്ക് അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.